ലോകത്തിന്റെ രഹസ്യം എന്നാൽ അത് ഹബീബായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു സമുന്നതമായ രഹസ്യമാണ്. രഹസ്യം എന്നാൽ ഭൂരിഭാഗം ആളുകളും അത് നിഷേധിക്കും. അതുകൊണ്ടാണ് അത് രഹസ്യമായത്. ഭൂരിഭാഗം ആളുകളും നിഷേധിക്കും. രഹസ്യം വന്നണഞ്ഞാലോ അത് വലിയ ഭാഗ്യമായിരിക്കും. മാണിക്കക്കല്ല് കിട്ടിയാലും ഭാഗ്യം, കണ്ടാൽ പോലും ഭാഗ്യം. അത് അപൂർവമായിട്ടേ കാണാൻ കഴിയുള്ളൂ. അപൂർവരിൽ അപൂർവർക്ക് അത് കിട്ടും. കാരണം അത് അമൂല്യമായ രത്നമാണ് മാണിക്കക്കല്ല്. അത് അമൂല്യമായ രത്നമാണ്. രത്നങ്ങളിൽ അമൂല്യമായ രത്നമായതുകൊണ്ട് ഒരാൾ മാണിക്കക്കല്ല് കൈവശപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അയാൾ അപൂർവരിൽ അപൂർവരാണ്. അത് കാണാൻ കഴിയൽ പോലും ഭാഗ്യമാണ്. ഏതു കൈ എത്ര മോശപ്പെട്ട കൈയായാലും മാണിക്കക്കല്ല് വെച്ചാൽ അത് സമുന്നതമായ കയ്യാവും. ഏതൊരു സദസ്സ് മാണിക്കക്കല്ല് പ്രദർശിപ്പിക്കപ്പെട്ടോ അത് വല്ലാത്ത സദസ്സാകും. അത് തന്നെയാണ് സത്യത്തിൽ മുഹമ്മദ് എന്ന മനുഷ്യന് ഉദാഹരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിശപ്തമായ ഒരു സമൂഹത്തിൽ അള്ളാഹു ഈ മനുഷ്യനെ പ്രദർശിപ്പിച്ചപ്പോൾ മാനവ ചരിത്രം കണ്ട ഖൈറുൽ ഖുറൂൻ, ആദമിന്റെ കാലമല്ല, ഇബ്രാഹിമിന്റെ കാലമല്ല, മൂസായുടെ കാലമല്ല, ഈസായുടെ കാലവുമല്ല, ഖൈറുൽ ഖുറൂൻ ഖർനു മുഹമ്മദാണ്. കാലങ്ങളിൽ ഏറ്റവും നല്ല കാലം മുഹമ്മദിന്റെ കാലമാണ്. എന്തൊക്കെ വന്നുപോയി ചരിത്രത്തിൽ! എത്ര നബിമാർ, എത്ര മുർസലീങ്ങൾ, എത്രയേറെ നബിമാരുണ്ടായ ഒരു ഘട്ടമുണ്ടായി. പക്ഷെ അതൊന്നും ഖൈറുൽ ഖുറൂൻ അല്ല. ഖൈറുൽ ഖുറൂൻ ഖർനു മുഹമ്മദാണ്. എന്തുകൊണ്ട്? അതിൽ ഇൻഹല്ല ഫീഹി മുഹമ്മദുൻ, ആ കർണിൽ, ആ കാലത്ത് മുഹമ്മദ് എന്ന മനുഷ്യൻ ഭൂമിക്ക് മുകളിൽ ഇറങ്ങി നിന്നിട്ടുണ്ട്. അതാ കാരണം. അപ്പോൾ കാര്യങ്ങളുടെ വലിയ കാര്യം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൽ അസ്ഹാബി അസ്ഹാബ് മുഹമ്മദാണ്. ലോകത്ത് എല്ലാ നബിമാർക്കും കുറച്ചെങ്കിലും സ്വഹാബികളുണ്ട്. എന്നാൽ ഖൈറുൽ അസ്ഹാബ് അസ്ഹാബ് മുഹമ്മദിൻ, ലോകത്തെ ഏറ്റവും നല്ല സ്വഹാബികൾ മുഹമ്മദിന്റെ സ്വഹാബികളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൽ കുതുബി കിതാബ് മുഹമ്മദിൻ അല്ലദീ അഅതാഹു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ കിതാബ് മുഹമ്മദിന് ലഭിച്ച കിതാബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൽ അസ്മിനത്തി സമാനി മുഹമ്മദിൻ ഫീഹി ഇൻഹല്ല മുഹമ്മദ്. ഏത് കാലത്താണോ മുഹമ്മദ് ഇറങ്ങി നിന്നത് അതാണ് ഏറ്റവും നല്ല കാലം. ഏറ്റവും നല്ല സദസ്സ് എന്നാൽ മുഹമ്മദ് ഇറങ്ങിയ സദസ്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൻ നാസി മൻ റഅ മുഹമ്മദൻ ലാ തമുസ്സുൻ നാറു മൻ റആനി. എന്നെ കണ്ടവൻ അവൻ മുസ്ലിമൻ, മൻ റആനി മുസ്ലിമൻ. മുസ്ലിമായ ഒരാൾ എന്നെ കണ്ടാൽ അവൻ നരകം സ്പർശിക്കുകയില്ലെന്ന് പുണ്യ റസൂൽ. യാ സുബ്ഹാനല്ലാഹ്, ലാ തമുസ്സുൻ നാറു മൻ റആനി മുസ്ലിമൻ. മുസ്ലിമായ നിലക്ക് ഒരാൾ എന്നെ കണ്ടാൽ അവനെ നരകം സ്പർശിക്കുകയില്ല. ഇൻസന വ ഇൻസറക, അവൻ കട്ടാലും മോഷ്ടിച്ചാലും, അവൻ കട്ടാലും മോഷ്ടിച്ചാലും. വമൻ റആ മൻ റആനി, എന്നെ കണ്ടവനെ കണ്ടാലും നരകത്തിൽ തൊടൂല. മുഅ്മിനായ നിലക്ക് ഒരാൾ നബിയെ കണ്ടാൽ അവന് നരകം തൊടൂല. എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് തൊടൂല? വമൻ റആ മൻ റആനി, എന്നെ കണ്ടവനെ കണ്ടോലും നരകം തൊടൂല. എന്നെ കണ്ടവരെയും നരകം സ്പർശിക്കൂല, എന്നെ കണ്ടവനെ കണ്ടവനെയും നരകം സ്പർശിക്കൂല. അപ്പോൾ സ്വഹാബിക്കും നരകമില്ല, താബിഈക്കും നരകമില്ല. ഭയങ്കര ഭാഗ്യമാണ് ഒരാൾ നബിയെ കാണാൻ. ഹത്താ ഇദാ റആഹു വഹുവ ഫിന്നൗം. اللهم ارزقنا اللهم ارزقنا لرؤية محمد لرؤية محمد لرؤية محمد. അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കണ്ടാൽ മതി, നരകം തൊടൂല. സ്വഹാബിയൊന്നും ആവൂലെങ്കിലും ഭയങ്കര ദറജ ഉണ്ടാവും, ഭയങ്കര സ്ഥാനം ഉണ്ടാവും. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടാൽ മതി.